പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ചരിത്രത്തിലെ തെറ്റ് തിരുത്തി SCRT. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനത്തിലെ RSS പരാമർശത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSSനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തിക്കൊടുക്കാൻ ശ്രമമെന്ന പിണറായി വിജയൻ. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നിന്ന് രാഹുലും ഖാർഗെയും വിട്ടുനിന്നതിലൂടെ ഭരണഘടനയെയും സൈന്യത്തെയും അപമാനിച്ചുവെന്ന് BJP. നരേന്ദ്രമോദിയുടെ RSS അനുകൂല പരാമർശം ആയുധമാക്കി കോൺഗ്രസ്. SCRT അധ്യാപകർക്കുള്ള 4ാം ക്ലാസ്സിലെ കൈപ്പുസ്തകത്തിൽ ഗുരുതര പിഴവ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടത് ബ്രിട്ടനെ ഭയന്നെന്ന കൈപ്പുസ്തകത്തിൽ പരാമർശം. തെറ്റുതിരുത്തിയെന്ന് SCRT. പിഴവ് സംഭവിച്ചതിൽ അന്വേഷണം തുടങ്ങി. തൃശൂർ എറണാകുളം ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. മുരിങ്ങൂർ മുതൽ പോട്ട വരെ 5 കിലോമീറ്റർ ദൂരത്തിൽ അനങ്ങാനാകാതെ വാഹനങ്ങളുടെ നീണ്ട നിര. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 100-ലധികം പേർക്കായി തെരച്ചിൽ. കോഴിക്കോട് താമരശ്ശേരിയിൽ 9 വയസ്സുകാരിയുടെ മരണം. മസ്തിഷ്ക ജ്വരമെന്ന് സ്ഥിരീകരിച്ചതോടെ ഉറവിടം കണ്ടെത്താനായി ആരോഗ്യവകുപ്പിന്റെ ശ്രമം. കുട്ടി കുളിച്ച കുളത്തിലേതുൾപ്പെടെ ജലസാമ്പിളുകൾ ശേഖരിച്ചു. നിരീക്ഷണത്തിലായിരുന്ന കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 4 പേരെ ഡിസ്ചാർജ് ചെയ്തു. സമാധാന ധാരണയിലെത്താതെ അലാസ്ക ഉച്ചകോടി. 3 മണിക്കൂർ നീണ്ട ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ റഷ്യ-യുക്രൈൻ വെടിനിർത്തൽ കരാറായില്ല. ചർച്ചകളിൽ പുരോഗതിയെന്ന് ട്രംപ്. ചില കാര്യങ്ങളിൽ അഭിപ്രായ സമന്വയമെന്ന് പുടിൻ. യുക്രൈൻ സഹോദര രാഷ്ട്രമെന്നും റഷ്യൻ പ്രസിഡന്റ്. SCRT അധ്യാപകർക്കുള്ള 4ാം ക്ലാസ്സിലെ കൈപ്പുസ്തകത്തിൽ ഗുരുതര പിഴവ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടത് ബ്രിട്ടനെ ഭയന്നെന്ന് കൈപ്പുസ്തകത്തിൽ പരാമർശം. തെറ്റ് തിരുത്തിയെന്ന് SCRT. പിഴവ് സംഭവിച്ചതിൽ അന്വേഷണം തുടങ്ങി. ആതിര രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ആതിര, ചരിത്രത്തെ തന്നെ തിരുത്തി അധ്യാപകർക്കുള്ള കൈപ്പുസ്തകം നൽകുന്നു, പിന്നീട് അത് പിഴവാണെന്ന് മനസ്സിലാക്കി തിരുത്തി നൽകുന്നു. ഇപ്പോൾ വാർത്ത വന്നപ്പോൾ വീണ്ടും അത് കൂടുതൽ തിരുത്തൽ വരുത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? ഈ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു, ചരിത്രത്തെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊരു വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു വിവാദമുണ്ടായിരിക്കുന്നത്. SCRT ടെക്സ്റ്റ് ബുക്ക് 4ാം ക്ലാസ് ടീച്ചർമാരുടെ കൈപ്പുസ്തകത്തിലാണ് അതിഗുരുതരമായിട്ടുള്ള ഒരു പിഴവുണ്ടായിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഭയന്ന് ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു എന്നായിരുന്നു ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് വലിയ വിവാദങ്ങളിലേക്കൊക്കെ കടന്നപ്പോൾ SCRT തന്നെ ഒരു വിശദീകരണവുമായി രംഗത്തെത്തി. അത് കരട് പുസ്തകത്തിലാണ് അത്തരത്തിലൊരു പിഴവുണ്ടായത്. അതിനുശേഷം അത് തിരുത്തി എന്ന് SCRT തന്നെ വിശദീകരിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഈ ഒന്നല്ല 2 തിരുത്തലുകൾ ഈ പുസ്തകത്തിൽ സംഭവിച്ചു എന്നുണ്ട്. അത് ഈ ഒരു പിഴവിന്റെ ആഘാതം കൂട്ടുന്നു എന്ന് വേണം പറയാൻ. കാരണം പിന്നീട് ഈ ഭയന്ന് എന്നുള്ളത് മാറ്റി പലായനം ചെയ്തു എന്നാക്കുകയും പിന്നീട് അത് വീണ്ടും വാർത്തയായപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാൽ നാട് വിട്ടുവെന്ന് പിന്നീട് വീണ്ടും തിരുത്തൽ വരുത്തുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ വലിയൊരു വിവാദമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ SCRT 4ാം ക്ലാസ് പുസ്തകത്തിൽ, അത് കുട്ടികളുടെ പുസ്തകമാണ്, ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി അധ്യാപകർക്കുള്ളൊരു പുസ്തകമാണ്, അധ്യാപകരുടെ കൈപ്പുസ്തകത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായൊരു പിഴവുണ്ടായിരിക്കുന്നത്. ഇത് ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കൊക്കെ വഴിവെച്ചേക്കാം. ഏതായാലും നിലവിൽ SCRT ഇത്തരത്തിൽ കരട് പുസ്തകത്തിലാണ് ഉണ്ടായിരുന്നത്. അത് തിരുത്തിയതിനു ശേഷമാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്നൊരു വിശദീകരണമൊക്കെ നൽകുമ്പോൾ തന്നെയും ഇത് വലിയൊരു വിവാദത്തിലേക്ക് കടന്നിരിക്കുന്നു. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് വലിയ വിവാദങ്ങളിലേക്ക്, രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയാണുള്ളത്. ശരി, ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. വിഭജന ഭീതി ദിനം നടത്തരുത് എന്നാവശ്യപ്പെട്ട് മന്ത്രി ബിന്ദു നൽകിയ കത്ത് കൈമാറിയ സാങ്കേതിക സർവകലാശാല ഡീനോട് വിശദീകരണം തേടി വൈസ് ചാൻസലർ. വിഭജന ഭീതി ദിനാചരണം കോളേജുകളിൽ നടത്തേണ്ടതില്ല എന്ന മന്ത്രി ബിന്ദുവിന്റെ നിർദ്ദേശം കോളേജുകൾക്ക് ഡീൻ കൈമാറിയിരുന്നു. സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC ശിവപ്രസാദാണ് വിശദീകരണം തേടിയത്. ആതിര ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകും. ആതിര, ഈ വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട് സർവകലാശാലകളും മന്ത്രിയും തമ്മിൽ വലിയ അത്തരത്തിലൊരു നിലപാട് വേണ്ട എന്നുള്ള തീരുമാനം നേരത്തെ തന്നെ സർക്കാരും മന്ത്രിയും വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ ഈ ദിനം ആചരിക്കണം എന്ന് ഗവർണർ പറഞ്ഞിരുന്നു. ഇപ്പോൾ മന്ത്രി ബിന്ദുവിൻ്റെ കത്ത് കൈമാറിയതിന് ഡീനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ.
അഖില, ഈ വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഗവർണർ ഇത്തരത്തിൽ ഈ ഭീതി ദിനം ആചരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാലകൾക്ക് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം നിലനിൽക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഭജന ഭീതി ദിനം ആചരിക്കുന്നതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം സർവകലാശാലകൾക്ക് അവരുടെ താല്പര്യമനുസരിച്ച്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വിഭജന ഭീതി ദിനം ആചരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്ന് സർക്കുലറിൽ ഡയറക്ടർ തിരുത്തുവരുത്തിയിരുന്നു. അതിനുശേഷം അതും വലിയ രീതിയിൽ ഈ തിരുത്തുവരുത്തിയതും വിവാദമായിരുന്നു. പക്ഷേ ഈ വലിയ രീതിയിലുള്ള ഒരു വിവാദങ്ങൾക്കും വിമർശനങ്ങളുടെയും ഇടയിലാണ് സർക്കാർ ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തിരുത്തു വരുത്തിയത്. പക്ഷേ ഈ KTU സാങ്കേതിക സർവകലാശാലയിൽ വിഭജന ഭീതി ദിനം ആചരിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം, മന്ത്രി ആർ ബിന്ദു ഒരു കത്ത് കൈമാറിയിരുന്നു ഡീനിന്. ഇപ്പോൾ നിലവിൽ ഡീൻ വിനോദ് തോമസിനാണ് ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ മന്ത്രി ആർ ബിന്ദു ഇത്തരത്തിൽ വിഭജന ഭീതി ദിനം ആചരിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി ആർ ബിന്ദു നൽകിയ കത്ത് എന്തുകൊണ്ട് കൈമാറി, കോളേജുകൾക്ക് കൈമാറി എന്നതിന് ഡീൻ വിശദീകരണം നൽകണമെന്നാണ് താൽക്കാലിക VC ആയിട്ടുള്ള ശിവപ്രസാദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഭജന ഭീതി ദിനം കേരളത്തിലെ സർവകലാശാലകളിൽ ആചരിക്കില്ല. അത്തരത്തിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് ആചരിക്കണമോ വേണ്ടയോ എന്നതിൽ സർവകലാശാലകളുടെ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഈ കത്ത് കൈമാറിയിരുന്നു. കേരളത്തിലെ സർവകലാശാലകളിൽ ഇത്തരത്തിൽ വിഭജന ഭീതി ദിനം ആചരിക്കില്ല എന്ന് മന്ത്രി തീർത്ത് പറഞ്ഞിരുന്നു. ആ കത്താണ് ഈ ഡീൻ കൈമാറിയത്. അതിലാണ് ഇപ്പോൾ ഡീനിനോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരി, ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ടാണ്. ജമ്മു കശ്മീരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതം. 200ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം. അതേസമയം ഇതുവരെ 60 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷപ്പെടുത്തിയ 116 പേരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. NDRFന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവസ്ഥലം സന്ദർശിച്ചു. രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. 2 MI-17 ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ. മുംബൈയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ്. റെയിൽവേ ട്രാക്കിൽ ഉൾപ്പെടെ വെള്ളം കയറി. നഗരപ്രദേശങ്ങളിലെ ഗതാഗതം താറുമാറായി. ജൻ കല്യാൺ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. മുരിങ്ങൂരിലാണ് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ചാലക്കുടി പട്ടണം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി. ടൗണിന്റെ എല്ലാ വഴികളിലും ദേശീയപാതയിൽ നിന്നുള്ള വാഹനങ്ങൾ വന്ന് പാതകൾ ഗതാഗതക്കുരുക്കിലാണ്. തകർന്ന റോഡിലെ വെള്ളക്കെട്ടിൽ രോഗിയുമായി എത്തിയ ആംബുലൻസും കുടുങ്ങി. കരുവന്നൂർ ചെറിയപാലം മേഖലയിൽ റോഡ് പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ തടിലോറി മറിഞ്ഞ് രൂക്ഷമായ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടിരുന്നു. ഹരീഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ഹരീഷ്, മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥ, അത്രയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? അഖില, കഴിഞ്ഞ ദിവസം മുതൽ ഇത്തരത്തിൽ വലിയൊരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം തടി ലോറി ഈ ഒരു പ്രദേശത്ത്, മുരിങ്ങൂർ പ്രദേശത്ത് മറിയുകയുണ്ടായി. ഇതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് പുലർച്ചെ മുതൽ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ഗതാഗതക്കുരുക്ക് ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നതാണ്. മുരിങ്ങൂർ പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നിരവധി ചരക്ക് വാഹനങ്ങൾ, ചരക്ക് ലോറികൾ ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. വളരെ സാവധാനം മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്നു. മണിക്കൂറുകൾ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. അത്രയും വലിയ നീണ്ട നിര വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തെല്ലാം അനുഭവപ്പെടുന്നത്. ഇവിടെയെല്ലാം ഈ അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഒരു വരിയിലൂടെ മാത്രമേ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ മുരിങ്ങൂർ ഭാഗത്ത് നിറയെ ഇത്തരത്തിലുള്ള അടിപ്പാത വറച്ചു നടക്കുന്നതിനാൽ തന്നെ വാഹനങ്ങളെല്ലാം തന്നെ ഒരു ലൈനിൽ കൂടി മാത്രം, ചെറിയ വീതി കുറഞ്ഞ റോഡിലൂടെ മാത്രം 2 ലൈനായി മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള തിരക്ക്, മണിക്കൂറുകൾ ഒക്കെ സമയം എടുക്കേണ്ടി വരികയാണ് വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്താൻ എന്നുള്ളതാണ് ഏറ്റവും
പ്രധാനം. ഈ ഒരു ചാലക്കുടി നമുക്കറിയാം ദേശീയപാതയിൽ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമാണ്. പാരമ്പര്യയുടെ ഭാഗമായി നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തടി ലോറികൾ അടക്കം ഇവിടെ കുടുങ്ങിപ്പോയത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തടി കയറ്റി വന്ന ലോറി ഇവിടെ മറിഞ്ഞതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയായി ഇന്നും ആ ഒരു ഗതാഗത തടസ്സം തുടരുകയാണ്. എന്തായാലും ആളുകളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അറിയിക്കുന്നത്. ശരി, ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്വാതന്ത്ര്യദിനത്തിൽ RSSനെ മഹത്വപ്പെടുത്തിയ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ കടുത്ത ഭാഷയിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഒറ്റുകാരുടെ വേഷമായിരുന്നു RSSനെന്നും ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് ഇപ്പോൾ കാണുന്നതെന്നും പരിഹാസം. ഗാന്ധിജിക്ക് മുകളിൽ VD സവർക്കറിന്റെ ചിത്രം പ്രതിഷ്ഠിച്ച പെട്രോളിയം മന്ത്രാലയത്തിന്റെ നടപടിയും ചേർത്ത് വായിക്കുമ്പോൾ വലിയ ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ടെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ RSSനെ മഹത്വവൽക്കരിച്ച് പ്രസംഗിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയെ കോൺഗ്രസ് ശക്തമായ ഭാഷയിൽ വിമർശിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തു വന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ പ്രധാനമന്ത്രി RSSനെ മഹത്വപ്പെടുത്തിയത് ആ ദിനത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ജാതിമത വേഷഭാഷ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നപ്പോൾ ഒറ്റുകാരുടെ വേഷമായിരുന്നു RSSന്. ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്കും പങ്കുണ്ട് എന്ന് കാട്ടാനുള്ള വ്യഗ്രതയാണെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസ കാർഡിൽ ഗാന്ധിജിക്ക് മുകളിൽ VD സവർക്കറെ പ്രതിഷ്ഠിച്ചതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന് തെളിയുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർ സർവകലാശാലകളോട് വിഭജന ഭീതി ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തപ്പോൾ ആദ്യം പ്രതിഷേധവുമായി എത്തിയത് പ്രതിപക്ഷ നേതാവായിരുന്നു. മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ സംസാരിക്കാൻ വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വിമർശിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ പ്രസ്താവന ഇറക്കി. ഇപ്പോൾ പ്രധാനമന്ത്രി പ്രസംഗിച്ച് ഒരു ദിവസം പിന്നിടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെങ്കിലും രൂക്ഷമായ ഭാഷയിലാണ് പ്രതിഷേധം അറിയിക്കുന്നത്. സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ചരിത്രത്തെ കുഴിച്ചുമൂടി വെറുപ്പിനെ പകരം വയ്ക്കാനുള്ള ഏതു നീക്കത്തെയും രാജ്യം ഒറ്റക്കെട്ടായി നേരിടണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവർക്കെതിരെ നിലപാട് കടുപ്പിച്ചു BJP. രാഹുൽ ഗാന്ധി ഭരണഘടനയും സൈന്യത്തെയും അപമാനിച്ചുവെന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ RSS അനുകൂല പരാമർശം ആയുധമാക്കുകയാണ് കോൺഗ്രസ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും റെഡ് ഫോർട്ടിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ചെങ്കോട്ടയിലെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഖർഗെ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു. രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും അപമാനിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് BJP ആരോപിക്കുന്നത്. പല വിഷയങ്ങളിലും വിദേശ രാജ്യങ്ങൾക്കൊപ്പം നിന്ന് സർക്കാരിനെ എതിർക്കുന്ന രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്ന് BJP കുറ്റപ്പെടുത്തുന്നു. അതേസമയം ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. സർക്കാർ പരിപാടികളിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് അർഹമായ പരിഗണന ലഭിക്കാത്തതുകൊണ്ടാണ് രാഹുൽ പിന്നോട്ടു പോയതെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പരിപാടികളിൽ പ്രോട്ടോകോൾ പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പിന്നിലേക്ക് മാറ്റുന്നതാണ് കാണുന്നത്. ഭരണഘടനാ പദവി വഹിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾക്ക് ബഹുമാനം നൽകാത്ത നടപടിയാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആരോപണങ്ങളുടെ ശക്തി കുറയ്ക്കാൻ ഇപ്പോഴത്തെ വിവാദങ്ങളിലൂടെ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടൽ. അതിനിടെ പ്രധാനമന്ത്രിയുടെ RSS അനുകൂല പരാമർശം കോൺഗ്രസ് ആയുധമാക്കുന്നുണ്ട്. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ ഒരിടത്തുമില്ലാതിരുന്ന RSS നേതാക്കളെ തന്റെ പ്രസംഗത്തിലൂടെ സമരസേനാനികളായി ചിത്രീകരിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ചെങ്കോട്ടയിൽ നടന്ന പ്രസംഗത്തിലാണ് 100 വർഷത്തെ RSSന്റെ ചരിത്രവും രാജ്യത്തിന്റെ പുരോഗതിക്കും സ്വാതന്ത്ര്യത്തിനും RSS നൽകിയ സംഭാവനയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോഴിക്കോട് താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് സ്ഥിരീകരിച്ചതോടെ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായി ആരോഗ്യവകുപ്പ് ശ്രമം തുടങ്ങി. കുട്ടി കുളിച്ച കുളത്തിലേതുൾപ്പെടെ ജലസാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. പനി ബാധിച്ച് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 4 പേരെ ഡിസ്ചാർജ് ചെയ്തു. ബുധനാഴ്ച സ്കൂൾ വിട്ടു വന്നതിന് ശേഷമാണ് 4ാം ക്ലാസ്സുകാരി അനയ്ക്ക് പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ കുട്ടിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശേഷം കുട്ടിയുടെ ആരോഗ്യനില മോശമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും മരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി മരിച്ചത് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണെന്ന് വ്യക്തമായിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് സ്ഥിരീകരിച്ചത്. രോഗബാധയുടെ ഉറവിടം കണ്ടെത്താനായി കുട്ടി കളിച്ച കുളത്തിലേതുൾപ്പെടെ ജലസാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു.
പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനി ബാധിച്ച് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 4 പേരെ ഡിസ്ചാർജ് ചെയ്തു. പനിബാധ ആരംഭിച്ചതിനാൽ കുട്ടി കുളിച്ച കുളം സ്ഥിതി ചെയ്യുന്ന വീട്ടിലെ ഗൃഹനാഥനും നിരീക്ഷണത്തിലാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഗവർണർമാർ സ്വന്തം ചുമതലകൾ മറക്കുന്നുവെന്നും അവർ കേന്ദ്ര സർക്കാരിന്റെ ഉപകരണമായി മാറുന്നുവെന്നും വിമർശിച്ച് തുഷാർ ഗാന്ധി തിരുവനന്തപുരത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. On our generations, newer generations and newer minds. But what worries me most is that even amongst the educated, the propensity for believing. അനൂപ് ആന്റണി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇനി അടുത്തത് കേസിന്റെ നടപടികൾ എന്ത് എന്നുള്ളതാണ്. അപ്പോൾ കന്യാസ്ത്രീകളുടെ കേസ് റദ്ദാക്കുക എന്നത് സംബന്ധിച്ച് അടുത്ത നടപടി എന്താണ്? അതിൽ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഒരു സഹായം ഉറപ്പാക്കുമോ കേരള BJP? തീർച്ചയായിട്ടും. ഇവിടെ നമ്മളിന്ന് കണ്ടത് കന്യാസ്ത്രീകൾ നേരിട്ട് 2 സിസ്റ്റേഴ്സും അവരോടൊപ്പം തന്നെ അവരുടെ കൂട്ടത്തിൽ മറ്റൊരു സിസ്റ്ററും ഇന്നിവിടെ വന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കണ്ടു. അതോടൊപ്പം തന്നെ സിസ്റ്റർ പ്രീതിയുടെ ബ്രദർ ശ്രീ ബൈജുവും ഉണ്ടായിരുന്നു. ഒപ്പം അവർ കുറച്ച് ദിവസങ്ങളായിട്ട് രാജീവ്ജിയെ നേരിട്ട് വന്നൊന്ന് കാണണം എന്നവർക്കൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ സഹോദരൻ തന്നെ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു, രാജീവ്ജിയുടെ ഇടപെടൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടപെടൽ, അതിനൊരു വ്യക്തിപരമായി വന്നൊരു നന്ദി പറയണം എന്ന് കുറച്ച് ദിവസമായിട്ട് അവരുടെ ആഗ്രഹമുണ്ടായിരുന്നു. ആ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റർമാർ ഇവിടെ വന്നത് എന്ന് ശ്രീ ബൈജു തന്നെ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ആ നന്ദി പറഞ്ഞു രാജീവ്ജിയോടുള്ളത്. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നേരത്തെ ഇവിടെ ചോദിച്ചതുപോലെ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇനി വരാൻ പോകുന്ന നാളുകളിൽ ലഭിക്കാൻ പോകുന്ന സഹായങ്ങൾ അതുകൂടി ചർച്ച ചെയ്യാൻ സാധിച്ചു. തീർച്ചയായിട്ടും നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ കൂടെയുണ്ട്. അത് ഈ കേസ് അതിന് മുമ്പോട്ടുള്ള ഓരോ നാൾ വഴിയിലും ഞങ്ങളൊപ്പം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും ഇന്ന് അവർ പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷയുമായിട്ടാണ് അവർ മടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്കും ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായവും ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും സ്വാഭാവികമായിട്ടും എല്ലാം നല്ലതായിട്ട് ഭവിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ കന്യാസ്ത്രീകളെ ഈ വിധത്തിൽ സഹായിക്കുന്നതിന് കേരളം ഗവർണറുടെ അറ്റ് ഹോം വിരുന്നിൽ പങ്കെടുക്കാതിരുന്നത് തിരുവനന്തപുരത്ത് ഇല്ലാതിരുന്നതിനാലാണെന്ന് മന്ത്രി ആർ ബിന്ദു. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് പങ്കെടുക്കണ്ട എന്ന നിർദ്ദേശമില്ല, എല്ലാവരും വ്യക്തിപരമായി എടുത്ത തീരുമാനമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിന്നോട്ടടിക്കുന്നവരുമായി സമരസപ്പെടാൻ സർക്കാർ ഒരുക്കമല്ലെന്നും മന്ത്രി പ്രതികരിച്ചു. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തില്ല, അങ്ങനെ പോവണ്ട എന്നൊരു നിർദ്ദേശമൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. പക്ഷേ നിലവിൽ കേരളത്തിൻ്റെ സമൂഹത്തോടും കേരളത്തിലെ ഗവൺമെൻറ്റിനോടുമുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ പ്രധാന കാര്യമാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മുന്നോട്ടു പോക്ക്, അതിനുവേണ്ടി ശ്രമകരമായിട്ടുള്ള ഇടപെടലാണ് ഗവൺമെൻറ് നടത്തുന്നത്. കോഴിക്കോട് വടകരയിൽ മുറ്റമടിച്ചു വാരുന്നതിനിടെ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. തോടന്നൂർ സ്വദേശി ഉഷയാണ് മരിച്ചത്. രാവിലെ 6:30 സംഭവം. വീടിന് സമീപത്തെ മരം കടപുഴുകി വൈദ്യുതി ലൈനിൽ പതിച്ചതിന് പിന്നാലെ ലൈൻ പൊട്ടി വീണിരുന്നു. ഇതറിയാതെ വീട്ടമ്മ മുറ്റമടിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വിഴിഞ്ഞം ആഴിമല ക്ഷേത്രത്തിലെ ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശി രാഹുൽ വിജയനാണ് മരിച്ചത്. ആഴിമല ശിവക്ഷേത്രത്തിലെ ക്ലീനിംഗ് സ്റ്റാഫാണ്. ഇന്നലെ രാത്രി ക്ഷേത്ര പരിസരം പ്രഷർ ഗൺ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. 50ഓളം വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. അരീക്കോട് താലൂക്ക് ആശുപത്രിയിലാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എം രാഗേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രാഗേഷ്, എന്താണ് സംഭവിച്ചത്? ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ ചെറിയ കുട്ടികളാണോ അതോ ഏത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്? അഖില, അരീക്കോട് ഇന്നലെ നടന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്ത ചിക്കൻ സാൻഡ്വിച്ചിൽ നിന്നാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രാഥമിക ഘട്ടത്തിൽ കരുതിയിരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് മാത്രമാണ് ഭക്ഷ്യ വിഷബാധ എന്നുള്ളതായിരുന്നു. എന്നാൽ അങ്ങനെയല്ല എന്ന് ഈ പരിപാടിയുടെ സംഘാടകർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതായത് വൈകി വിതരണം ചെയ്ത ഇത്തരത്തിലുള്ള ചിക്കൻ സാൻഡ്വിച്ചുകൾ കഴിച്ച ആളുകൾക്കെല്ലാം തന്നെ ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടുണ്ട്. 35ഓളം
15ഓളം വിദ്യാർത്ഥികളാണ് ഇതിൽ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. ഇതുകൂടാതെ 15ഓളം പേർ വിവിധ ആശുപത്രികളിലും ചികിത്സ തേടിയിട്ടുണ്ട്. ആരുടെയും നില ഗുരുതരമല്ല. 3 പേരെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ട്. അത്തരത്തിൽ വൈകി വിതരണം ചെയ്ത ചില സാൻഡ്വിച്ചുകളിൽ, അതായത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിതരണം ചെയ്തതല്ല, ഈ പരിപാടിയുടെ ഭാഗമായി തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനം എന്നുള്ള രൂപത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലൊരു ഭക്ഷ്യപദാർത്ഥങ്ങൾ വിതരണം ചെയ്തത്. അതിൽ നിന്നാണ് വിഷബാധയുണ്ടായിട്ടുള്ളത്. ഏതായാലും ആരുടെയും നില ഗുരുതരമല്ല. ശരി, MM രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സാന്ദ്ര തോമസ്. കഴിഞ്ഞ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പൊരുതുമെന്ന് സാന്ദ്ര പറഞ്ഞു. നീതി കിട്ടുമെന്ന പ്രതീക്ഷയില്ല, പക്ഷേ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും സാന്ദ്ര വ്യക്തമാക്കി. കഴിഞ്ഞ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഇപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഞാൻ നിൽക്കുകയാണ് ചേംബറിൻ്റെ. അപ്പോൾ പോരാട്ടം തുടരുക തന്നെയാണ്. അറിയില്ല എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നു. പറ്റാവുന്നിടത്തോളം എൻ്റെ ഈ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ആ നോമിനേഷൻ കൊടുത്തു. മൺഡേ ആണ് സ്ക്രൂട്ടിനി. മൺഡേ സ്ക്രൂട്ടിനി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. സെക്രട്ടറി സ്ഥാനത്തേക്കായിരിക്കും മത്സരിക്കുന്നത്. സമാധാന കരാറിലെത്താതെ അലാസ്ക ഉച്ചകോടി. 3 മണിക്കൂർ നീണ്ട ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ റഷ്യ യുക്രൈൻ വെടിനിർത്തലിൽ ധാരണയായില്ല. ചർച്ചകളിൽ പുരോഗതിയെന്ന് ട്രംപ്, യുക്രൈൻ സഹോദര രാജ്യമെന്ന് പുടിൻ. റഷ്യയ്ക്ക് പല ആശങ്കകളുണ്ടെന്നും പുടിൻ പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്കുമേൽ US-ന്റെ സമ്മർദ്ദം മുറുകുന്ന പശ്ചാത്തലത്തിലായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച. അന്തിമ കരാറിലെത്താനായില്ലെങ്കിലും ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണുമെന്നുമുള്ള പ്രതീക്ഷയാണ് ഇരു രാജ്യങ്ങളും പങ്കുവച്ചത്. പല കാര്യങ്ങളിലും ധാരണയായെന്നും നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. Agreed on most of them, I would say. A couple of big ones that we haven't quite got there, but we've made some headway. So there's no deal until there's a deal. I will call up NATO in a little while. I will call up. സമാധാന ചർച്ചകളിൽ പുരോഗതിയെന്ന് പറഞ്ഞ പുടിൻ ചർച്ചകൾ തുടരുമെന്നും അറിയിച്ചു. ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിച്ചു. 2ാം ഘട്ട ചർച്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കൂടി പങ്കെടുപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം. ചർച്ചയിൽ ട്രംപിനൊപ്പം അമേരിക്കൻ വിദേശ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ പങ്കെടുത്തു. പുടിനൊപ്പം വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോയും പങ്കെടുത്തു. അതേസമയം ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ട്രംപും പുടിനും വ്യക്തത നൽകിയില്ല. 6 വർഷങ്ങൾക്ക് ശേഷമാണ് പുടിനും ട്രംപും കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ വ്യോമതാവളത്തിലെത്തിയ പുടിനെ ട്രംപ് സ്വീകരിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി വെർച്വൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് ചർച്ചയ്ക്കെത്തിയത്. അലാസ്കയിലെ സോവിയറ്റ് സൈനികരുടെ കുഴിമാടങ്ങളിൽ റീത്ത് സമർപ്പിച്ച ശേഷമാണ് പുടിൻ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. കോഴിക്കോട് അഴിയൂർ വെങ്ങളം റീച്ചിൽ ജനങ്ങൾ ഗുരുതര പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും അത് തുടർച്ചയായി NH6 ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. കരാർ കമ്പനിയുടെ നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല. പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. ഈ NH66 ബന്ധപ്പെട്ട പ്രവൃത്തി നടക്കുന്നിടത്തൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലയിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വടകര, നമ്മുടെ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിൽ ഗുരുതരമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തോരായിക്കടവ് പാലം തകർച്ചയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷം നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വീഴ്ചയുണ്ടായാൽ കോംപ്രമൈസ് ചെയ്യില്ല. കോഴിക്കോട് NIT, മദ്രാസ് IIT എന്നിവയുടെ സഹായം തേടുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാനുവലി ഇതിനകത്ത് പോരായ്മകൾ വന്നതിനോട് ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല. അത് ഒരു മുൻവിധിയോടുകൂടി നിലപാട് സ്വീകരിക്കുന്നില്ല. റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വന്നാൽ റിപ്പോർട്ട് വെച്ച് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കും. ഉപ്പ് എന്നവർ വെള്ളം കുടിക്കും. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്നാണ് പൊതുഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയുടെ മറുപടി. വിജിലൻസ് റിപ്പോർട്ട് അജിത് കുമാറിന്റെ സ്വകാര്യതയെ ബാധിക്കുമെന്നാണ് അവകാശവാദം. മുനമ്പം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കോഴിക്കോട് ട്രിബ്യൂണലിൽ നടക്കുന്ന കേസ് പരിഗണിക്കുന്നത് ഈ മാസം 30-ലേക്ക് മാറ്റി. കേസിൽ കക്ഷി ചേരാൻ 5 മുനമ്പം നിവാസികൾ കൂടി ഹർജി നൽകി. ഹർജി നൽകിയ മുനമ്പം നിവാസികളുടെ എണ്ണം ഇതോടെ 11 എല്ലാ ഹർജികളും ഒന്നിച്ച് ഈ മാസം 30-ന് വാദം കേൾക്കും. അതോടൊപ്പം പറവൂർ കോടതിയുടെ 1967 വിധിരേഖകളും 30-ലേക്ക് വിളിച്ചു വരുത്തുമെന്നും ട്രിബ്യൂണൽ അറിയിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടർ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ കണ്ണൂരിലെ വിചാരണ കോടതി
വിചാരണ കോടതിക്ക് നൽകിയ ഹർജി 23 മാറ്റി. കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. പ്രതി ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടും ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചു എന്നുമാണ് ഭാര്യയുടെ ആക്ഷേപം. ശരിയായ അന്വേഷണം നടത്തിയാൽ വ്യാജാരോപണം തെളിയിക്കാൻ കഴിയുമെന്നും ഹർജിയിൽ പറയുന്നു. ശമ്പളം ചോദിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ യൂത്ത് ലീഗ് ഉപരോധിച്ചു. മുസ്ലിം ലീഗ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. കഴിഞ്ഞ ചൊവ്വാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ ആരോഗ്യവകുപ്പ് വീണ ജോർജിനോട് ശമ്പളം ലഭിച്ചില്ല എന്ന പരാതി പറഞ്ഞ താൽക്കാലിക ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കോഴിക്കോട് വൻ MDMA വേട്ട. 236 ഗ്രാം MDMAയുമായി മാത്തോടം സ്വദേശി മുഹമ്മദ് സഹദ് ഡാൻസാഫിന്റെ പിടിയിലായി. ഓണം വിപണി ലക്ഷ്യമാക്കി ബംഗളൂരുവിൽ നിന്നെത്തിച്ച MDMAയാണ് പിടികൂടിയത്. അതേസമയം ഇയാളുടെ സഹായ മുഹമ്മദ് ഫായിസ് രക്ഷപ്പെട്ടു. കുറേ നാളുകളായി യുവാക്കൾ പോലീസിന്റെയും ഡാൻസാഫിന്റെയും നിരീക്ഷണത്തിലായിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബേപ്പൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യാ കേസിൽ നാളെ കുറ്റപത്രം സമർപ്പിക്കും. ഏറ്റുമാനൂർ പോലീസാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. സാക്ഷിമൊഴികളും മൊബൈൽ ഫോണുമാണ് കേസിലെ പ്രധാന തെളിവുകൾ. കേസിൽ ഷൈനിയുടെ ഭർത്താവ് നോബിയാണ് ഏകപ്രതി. മുൻ കേസുകളിലെ തെളിവുകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്താവിന്റെ നിരന്തരമുള്ള പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യയെന്നും തലേ ദിവസം ചെയ്ത ഫോൺ കോൾ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നുമാണ് കണ്ടെത്തൽ. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.